നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോൺഗ്രസിനും ബിജെപിക്കുമെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാടിനെക്കുറിച്ച് അമിത് ഷായ്ക്ക് വല്ലതും അറിയുമോയെന്ന പിണറായി. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് പറയുന്നവർ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നടപ്പിലാക്കാനുള്ളതല്ല ബിജെപി പ്രകടന പത്രികയിൽ പറയുന്നതെന്ന് എം മണി. RSS സിദ്ധാന്തമാണ് മോദിയെ നയിക്കുന്നതെന്ന് മന്ത്രി സുനിൽ കുമാർ. കൽപ്പറ്റ ചെങ്കടലാക്കി LDFന്റെ റോഡ് ഷോ. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കിയ മോദി വീണ്ടും അധികാരത്തിൽ വരണമെന്ന് RSS മഹിളാ സംഗമം. മാനന്തവാടിയെ ഇളക്കിമറിച്ച NDAയുടെ റോഡ് ഷോ. രാഹുൽ ഗാന്ധി 17-ന് വീണ്ടും എത്തും. മാനന്തവാടിയിലും ബത്തേരിയിലും സന്ദർശനം. കനത്ത കാറ്റിലും മഴയിലും ബത്തേരി ഫാഷൻ സിറ്റി കെട്ടിടം തകർന്നു വീണു. കെട്ടിടത്തിന്റെ മേൽക്കൂരയും മുൻവശവും തകർന്നു. പാർക്ക് ചെയ്ത നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭ 2019 തെരഞ്ഞെടുപ്പ് വാർത്തകൾ. വയനാടിനെ പാകിസ്ഥാനുമായി ഉപമിച്ച BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്കെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാടിനെപ്പറ്റി വല്ലതും അമിത്ഷായ്ക്ക് അറിയുമോയെന്നും സ്വാതന്ത്ര്യസമരത്തിൽ എന്തെങ്കിലും പങ്കുവഹിച്ചവർക്കേ അത്തരം ചരിത്രങ്ങൾ അറിയാനാകുകയുള്ളൂ എന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ബ്രിട്ടീഷുകാർക്കെതിരായ ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിൽ വയനാട് വഹിച്ച പങ്കിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? പഴശ്ശിരാജയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ അണിനിരുന്നത് വയനാട്ടിലെ കുറിച്ചുപടയായിരുന്നു. ആ ധാരണയുണ്ടായിരുന്നുവെങ്കിൽ വയനാടിനെ പാകിസ്ഥാനുമായി ഉപമിക്കാൻ കഴിയില്ലായിരുന്നുവെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. വയനാടിനെ പറ്റി വല്ലതും അദ്ദേഹത്തിന് അറിയും. ഈ രാജ്യത്തിന്റെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ പോരാട്ടത്തിൽ വയനാട് വഹിച്ച പങ്കിനെ കുറിച്ച് വല്ല ഗ്രാഹ്യം അദ്ദേഹത്തിനുണ്ടോ? സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും പങ്കുവഹിച്ചില്ലെങ്കിലല്ലേ അത്തരം ചരിത്രങ്ങൾ മനസ്സിലാക്കാൻ നോക്ക്. പഴശ്ശിരാജയുടെ നേതൃത്വത്തിൽ നടന്ന സമരം, ആ കാലത്ത് തന്നെ പഴശ്ശിരാജയുടെ കൂടെ ഏറ്റവും വിശ്വസ്തരായി അണിനിരുന്നത് വയനാടിന്റെ കുറിച്യപ്പടയായിരുന്നു എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? അങ്ങനെയൊരു ധാരണ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ വയനാടിനെ പാകിസ്ഥാനോട് ഓമിക്കാൻ തോന്നുന്നു. ഇത് കണ്ടാൽ പാകിസ്ഥാനിലാണോ തോന്നുന്നാ പറഞ്ഞത് ഇവിടുത്തെ യോഗം കണ്ടാൽ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിന് ഒരിക്കലും ഭീഷണിയല്ല. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ മറ്റെല്ലായിടത്തുമുള്ളതുപോലെ തന്നെയാണ് ഇടതുപക്ഷം വയനാട്ടിലെ മത്സരത്തെയും കാണുന്നത്. രാഹുൽ ഗാന്ധിയെ വയനാട്ടിലെ ജനങ്ങൾ തോൽപ്പിക്കുമെന്ന് ഉറപ്പാണെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. നാമനിർദ്ദേശ പത്രിക നൽകാനായി വയനാട്ടിലെത്തിയപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നടത്തിയ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് അമിത്ഷായുടെ വിവാദ പരാമർശമുണ്ടായത്. അനബോർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. കൽപ്പറ്റയെ ആവേശ ചെങ്കടലാക്കി LDF റോഡ് ഷോ. 10,000 പങ്കെടുത്ത റോഡ് ഷോയിൽ മന്ത്രിമാരായ VS സുനിൽകുമാർ, M മണി, KK ശൈലജ, രാമചന്ദ്രൻ കടന്നപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. രാഹുൽ ഇഫക്റ്റിനെ മുഖ്യമന്ത്രിയെ തന്നെ ഇറക്കി പ്രതിരോധിക്കുകയാണ് LDF ചെയ്യുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ LDFന്റെ പ്രചരണ പരിപാടികൾ വളരെയധികം ശക്തമായ രീതിയിലേക്ക് നടത്താൻ തന്നെയാണ് തീരുമാനിച്ചത്. ഇതുകൊണ്ട് തന്നെയാണ് കൽപ്പറ്റയെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള പ്രകടന പരിപാടികളുമായി LDF പ്രചരണ രംഗത്ത് കളമിറങ്ങുന്നത്. ഏതായാലും വലിയ ആവേശത്തിലാണ് ഇപ്പോൾ പ്രവർത്തകരുള്ളത്. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള പ്രചാരണ പരിപാടികൾ നടത്താൻ തന്നെയാണ് തീരുമാനം. പ്രത്യേകിച്ച് ഈ മാസം 18-ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ജില്ലയിലെത്തുന്നതോടെ 1 ലക്ഷം പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ തോതിലുള്ള
പ്രകടനമടക്കമുള്ള നടത്താൻ തന്നെയാണ് തീരുമാനം. ഏതായാലും വയനാട്ടിൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന മത്സരങ്ങളിൽ നിന്നും മാറ്റാൻ തന്നെയാണ് LDF തീരുമാനം. കടുത്ത പോരാട്ടം തന്നെ നടത്താൻ തന്നെയാണ് തീരുമാനം. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധയാകർഷിച്ച മണ്ഡലമാണ് വയനാട്. ഏതായാലും വയനാട്ടിൽ മത്സരം കടുപ്പിക്കാൻ തന്നെയാണ് LDFന്റെ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് പ്രചരണത്തിനായി മുഖ്യമന്ത്രി അടക്കം കളത്തിലിറക്കിയിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള പ്രചരണ പരിപാടികൾക്ക് തന്നെയാണ് കൽപ്പറ്റ, അതോടൊപ്പം തന്നെ വയനാട് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കൽപ്പറ്റയിൽ നിന്നും വയനാട് വിഷൻ വാർത്തകൾക്ക് വേണ്ടി അനൂപ് വർഗീസ്. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് പറയുന്നവർ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിലെ നദികൾക്ക് താങ്ങാനാവുന്ന വെള്ളം 2280 ദശലക്ഷം ഘനമീറ്ററാണ്. ആഗസ്റ്റ് 14 ശേഷം നദികളിൽ ഒഴുകിയെത്തിയത് 14,000 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ്. ആഗസ്റ്റ് 13 മുതൽ 19 വരെ 362% വർധനവാണ് ഉണ്ടായത്. ഇതോടൊപ്പം കടലിൽ അസ്വാഭാവിക വേലിയേറ്റവും ഉണ്ടായി. ഈ യാഥാർത്ഥ്യങ്ങൾ മദ്രാസ് IIT-യും ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധ സംഘവും അംഗീകരിച്ചതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മനുഷ്യരുണ്ടാക്കിയൊന്നുമല്ല. മദ്രാസ് IIT-യുടെ വിദഗ്ധ സംഘം ഇതേ അഭിപ്രായം പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധ സംഘം അവർ ഒടുവിൽ പരിശോധിച്ച് അവരും ഈ അഭിപ്രായം രേഖപ്പെടുത്തി. മാത്രമല്ല ഇവരെല്ലാവരും നാം ഇതിനെ നേരിട്ടതിനെ വല്ലാതെ പ്രശംസിക്കുകയും കൂട്ടത്തിലെ അവർ പറഞ്ഞു, കേരളത്തിലെ നദികളിൽ താങ്ങാവുന്ന വെള്ളമുണ്ട്. അത് 2280 ദശലക്ഷം ഘനമീറ്ററാണ്. BJP പ്രകടന പത്രികയിൽ പറയുന്നതൊന്നും നടപ്പാക്കാനുള്ളതല്ലെന്ന് മന്ത്രി M. മണി. കാർഷിക മേഖലയും തൊഴിൽ മേഖലയിലെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാത്ത BJP സർക്കാർ പുതിയ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിക്കുകയാണ്. കേന്ദ്രത്തിൽ ഒരു മതേതര ഗവൺമെന്റ് രൂപപ്പെടേണ്ട അനിവാര്യ ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പെന്നും മന്ത്രി മണി പറഞ്ഞു. കൽപ്പറ്റയിൽ LDF റാലിക്ക് മുൻപ് നടത്തിയ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ ബാധിക്കുന്ന ജീവൽ പ്രശ്നങ്ങൾക്ക്, കൃഷിക്കാരെ ബാധിക്കുന്ന ജീവൽ പ്രശ്നങ്ങൾക്ക്, ചെറുപ്പക്കാരെ ബാധിക്കുന്ന തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് യാതൊരുവിധ പരിഹാരവും ഉണ്ടാക്കാത്ത ഗവൺമെന്റ് അഥവാ നരേന്ദ്രമോദിയും അമിത്ഷാ ആ കണക്ക് കമ്പനി രാജ്യത്തെ ജനങ്ങളുടെ മുൻപിൽ പുതിയ പ്രകടന പത്രിക അവതരിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ബഹുസ്വരതയെയും മതേതര പാരമ്പര്യത്തെയും വൈജാത്യങ്ങളെയും നരേന്ദ്രമോദി സർക്കാർ നിരന്തരം വേട്ടയാടുകയാണെന്ന് മന്ത്രി VS സുനിൽകുമാർ. നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത് പാർലമെന്റോ ജനതാൽപര്യമോ മതനിരപേക്ഷതാ ബോധമോ അല്ല, RSS സിദ്ധാന്തമാണെന്നും മന്ത്രി സുനിൽകുമാർ കുറ്റപ്പെടുത്തി. നമുക്ക് നൽകിയിരിക്കുന്ന ബഹുസ്വരതയും വൈജാത്യങ്ങളും സാംസ്കാരിക വൈവിധ്യങ്ങളെയും സംരക്ഷിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ മതേതര പാരമ്പര്യത്തെയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് നിരന്തരമായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രമേൽ അപകടകാരിയായ ഒരു പ്രധാനമന്ത്രി 5 കൊല്ലമായി നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയുടെ പാർലമെന്റ് അല്ല, അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് ജനാധിപത്യ ബോധമല്ല, അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് മതനിരപേക്ഷ ബോധമല്ല, അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് RSSന്റെ സിദ്ധാന്തങ്ങളും RSSന്റെ ഹൈന്ദവ ഫാസിസ്റ്റ് നയപരിപാടികളുമാണ്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോളിയാടിയിൽ LDF നെന്മേനി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. പരിപാടി CPI സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വിനു ഐസക് അധ്യക്ഷനായിരുന്നു. സുരേഷ് താളൂർ, PK രാമചന്ദ്രൻ, KK പൗലോസ്, ഗീവർഗീസ് കുറുങ്ങാട്ടിൽ, VP ബോസ് തുടങ്ങിയവർ സംസാരിച്ചു. LDF സ്ഥാനാർത്ഥി PP സുനീറിന് വോട്ട് അഭ്യർത്ഥിച്ച് കബനിപ്പുഴയിൽ വിളംബര റാലി നടത്തി. മുളൻകൊല്ലി പഞ്ചായത്തിലെ LDF ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെയും നേതാക്കളുടെയും ആഭിമുഖ്യത്തിലായിരുന്നു വോട്ടഭ്യർത്ഥന. ഞങ്ങൾ LDFന്റെ പ്രവർത്തകര് PP സുനീറിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ബോർഡർ പ്രദേശമായ കബനിയുടെ ബോർഡർ പ്രദേശത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെയുള്ള മുഴുവൻ വോട്ടുകളും PP സുനീറിന് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ക്വാഡ് പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഈ വയനാട് മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുകയും അദ്ദേഹത്തെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കുകയും എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ വോട്ട് തേടുന്നതിനായി ഗോത്രവർഗ ഭാഷയിൽ പ്രചരണ പാട്ടുമായി LDF. നൂൽപ്പുഴ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ V. ബാലനും കൂട്ടരുമാണ് പാട്ടെഴുതി ഗോത്രതാളത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കേട്ടാൽ ഗോത്രതാളത്തിലുള്ള ഒരു നാടൻ പാട്ട്. പക്ഷേ ശ്രദ്ധിച്ചു കേട്ടാൽ മനസ്സിലാവും വയനാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് തേടിയുള്ള പാട്ടാണെന്ന്. അത്ര മനോഹരമായാണ് ഗോത്രതാളത്തിൽ തെരഞ്ഞെടുപ്പ് പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിനെ നിങ്ങൾക്കറിയുമോ? വയനാട് മണ്ഡലത്തിൽ
മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിനെ നിങ്ങൾക്കറിയുമോ? വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിനെ നിങ്ങൾക്കറിയുമോ? പൊന്നോമന മുത്തായ PP സുനിരാജു, പൊന്നോമന മുത്തായ PP സുനിരാജു, പൊന്നോമന മുത്തായ PP സുനിരാജു. നല്ലൊരു ഭരണം നമ്മുടെ നാട്ടിൽ വരുമാ, നമ്മൊരു വോട്ടും പായാക്കാനല്ല. തുടിയും ചീനവും ഉപയോഗിച്ചാണ് പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നതും പണിയ ഭാഷയിലാണ് പാട്ട് എഴുതിയിരിക്കുന്നതും. നൂൽപ്പുഴ പഞ്ചായത്തിൽ തന്നെ 43% ഗോത്രവർഗ വിഭാഗങ്ങളാണുള്ളത്. ഇതിനു പുറമെ മണ്ഡലത്തിലെ മറ്റു സ്ഥലങ്ങളിലും ഗോത്രവർഗക്കാർ കൂടുതലാണ്. ഇതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഷയിൽ പാട്ടെഴുതി വോട്ട് തേടുക എന്ന ലക്ഷ്യത്തോടെയാണ് പാട്ട് ചിട്ടപ്പെടുത്തിയത്. ഇതിലെ വരികൾ എഴുതിയതും ഈണം നൽകിയതും പാടിയതും നൂൽപ്പുഴ പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തിരുവണ്ണൂർ കോളനിയിലെ വി ബാലനാണ്. ചീനവും തുടിയും കൈകാര്യം ചെയ്തിരിക്കുന്നത് ചാടകപ്പുറ കോളനിയിലെ മനോജ്, അശോക് എന്നിവർ ചേർന്നാണ്. മറ്റ് സാങ്കേതിക സഹായങ്ങൾ ഇവർക്ക് നൽകിയത് മ്യൂസിക് കമ്പോസറായ ജോൺസൺ ബത്തേരിയുമാണ്. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് സാമ്പത്തികമായി ഇവരെ സഹായിച്ചത്. വയനാട് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PP സുനീറിൻ്റെ പ്രചരണാർത്ഥമാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. ആദിവാസി സമൂഹത്തിൽ ഈ പാട്ട് വളരെയേറെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ പ്രചോദനമേകുമെന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, ബത്തേരി. LDF സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി DYFI ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കലാജാഥ മേപ്പാടിയിൽ പര്യടനം നടത്തി. ജാഥാംഗങ്ങൾ മേപ്പാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. DYFI മേപ്പാടി പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ ഹാരിസ്, റിയാസ്, ഷംസുദ്ദീൻ, ജിതിൻ എന്നിവർ ജാഥ സ്വീകരണത്തിന് നേതൃത്വം നൽകി. കറുത്ത ബോർഡിൽ വെള്ളച്ചോപ്പ് കൊണ്ട് ഇങ്ങോട്ടേക്ക് തന്നിട്ടില്ല. അതാവന്മാര് ഇടതുപക്ഷ സർക്കാർ ഭരണത്തിൽ വരുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു, എല്ലാ വീടുകളിലും പെൻഷൻ എത്തിക്കുന്നു. ദേശീയ ശ്രദ്ധ മുഴുവൻ വയനാട്ടിൽ പോരാട്ടം കനത്തു. LDFന്റെ പ്രചരണത്തിനായി മുഖ്യമന്ത്രി തന്നെ കളത്തിലിറങ്ങിയപ്പോൾ UDFനും NDAയ്ക്കും പ്രചരണത്തിനായി നാളെ മുതൽ ചുരം കയറുന്നത് കേന്ദ്ര നേതാക്കൾ. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തോടെ ദേശീയ ശ്രദ്ധ ആകർഷിച്ച മണ്ഡലമായി മാറിയ വയനാട്ടിൽ പോരാട്ടം കനക്കുകയാണ്. വയനാടിനെ ഇളക്കിമറിച്ച റോഡ് ഷോയോടെ UDF പ്രചരണ രംഗത്ത് സജീവമായി. നേരത്തെ പ്രചരണ രംഗത്തിറങ്ങിയിരുന്നുവെങ്കിലും രാഹുലിന്റെ വരവോടെ ഇടതുപക്ഷം പ്രചരണ രീതി തന്നെ മാറ്റി. പ്രവർത്തകരിൽ ആവേശം വാനോളമുയർത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിൽ പ്രചരണത്തിനിറങ്ങിയത്. പിണറായിയുടെ വരവും 4 മന്ത്രിമാർ ചേർന്ന് നടത്തിയ റോഡ് ഷോയും LDF പ്രവർത്തകരിൽ ഉണ്ടാക്കിയിരുന്ന ആവേശം ചെറുതല്ല. UDF ക്യാമ്പിൽ സ്ഥിതി മറിച്ചല്ല. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം താഴേക്കിടയിലുള്ള അണികളിൽ ഉണ്ടാക്കിയ തരംഗം വലുതാണ്. പ്രചരണത്തിനായി കേന്ദ്ര നേതാക്കൾ ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ ചുരം കയറുന്നതോടെ UDF ക്യാമ്പ് ആവേശഭരിതമാകും. NDA സ്ഥാനാർത്ഥിയും പ്രചരണ രംഗത്ത് സജീവമാണ്. റോഡ് ഷോയും പൊതുയോഗങ്ങളും കുടുംബയോഗങ്ങളുമായി പ്രചരണ രംഗത്ത് സജീവമാകുകയാണ് NDA സ്ഥാനാർത്ഥി. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കൾ വരും ദിവസങ്ങളിൽ പ്രചരണത്തിനായി ചുരം കയറും. ചരിത്രത്തിലാദ്യമായി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന മണ്ഡലമായി മാറിയ വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് രംഗം പ്രവചനാതീതമായി മാറുകയാണ്. അനുപൂർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കാളിയാകാൻ വയനാട് വിഷനും ഒരുങ്ങി. വയനാട് വിഷൻ വോട്ടുവണ്ടി നാളെ പ്രയാണം തുടങ്ങും. വോട്ടുവണ്ടി നാളെ മുതൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വോട്ടർമാരുടെ പ്രതികരണങ്ങൾ തേടും. ആദ്യ ദിവസത്തെ പര്യടനം സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ. BJP BDJS പ്രവർത്തകർക്ക് ആവേശമായി മാനന്തവാടിയെ ഇളക്കിമറിച്ച് NDA സ്ഥാനാർത്ഥി തുഷാറിന്റെ റോഡ് ഷോ.
മാനന്തവാടി സെന്റ് ജോസഫ് ആശുപത്രി പരിസരത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ ബസ് സ്റ്റാൻഡ് ചുറ്റി മൈസൂർ റോഡ് വഴി ഗാന്ധി പാർക്കിൽ സമാപിച്ചു. തുഷാറിനൊപ്പം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM വേലായുധൻ, BJP ജില്ലാ പ്രസിഡന്റ് സജി ശങ്കർ എന്നിവരും അണിനിരന്നു. വാദ്യമേളങ്ങളുടെയും വർണ്ണക്കാഴ്ചകളുമായി നടത്തിയ റോഡ് ഷോയിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തിയ മോദി വീണ്ടും അധികാരത്തിൽ വരണമെന്ന് അഖില ഭാരതീയ സീമ ജാഗരൺ മഞ്ച് ദേശീയ സംയോജകനും RSS മുൻ പ്രാന്ത പ്രചാരകനുമായ A. ഗോപാലകൃഷ്ണൻ NDA മാനന്തവാടി നിയോജകമണ്ഡലം മഹിളാ സംഗമം ക്ഷീരസംഘം ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ സാധിച്ചത് മോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴാണ്. സുരക്ഷ മാത്രമല്ല, നഗരങ്ങളിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തോടൊപ്പം സ്ത്രീകൾക്കാവശ്യമായ സൗകര്യങ്ങൾ രാജ്യത്താകെ ഒരുക്കിയതും മോദി സർക്കാരാണ്. പ്രതിരോധം, വിദേശം തുടങ്ങി പ്രധാന വകുപ്പുകൾ വനിതകൾക്കായി മോദി നൽകിയപ്പോൾ അത്തരം വകുപ്പുകളിൽ വിജയക്കൊടി പാറിക്കാൻ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർക്ക് കഴിഞ്ഞത് മോദി സർക്കാരിന്റെ നേട്ടങ്ങളിലെ പൊൻകിരീടമാണെന്നും A. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സ്മൃതി ഇറാനി ഈ തരത്തിലുള്ള സ്ത്രീകളുടെ കയ്യിൽ ഭാരതത്തിന്റെ മുഖ്യമായ ഭരണചക്രം ഏൽപ്പിച്ച് നരേന്ദ്രമോദി അവർ ഭംഗിയായി ചെയ്തു. സ്ത്രീകളായ നമുക്ക് അഭിമാനമില്ലേ? അഭിമാനമുണ്ട്. അപ്പൊ നേരത്തെ എന്റെ സഹോദരി ഇവിടെ പറഞ്ഞു, ലക്ഷ്മി, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സഹോദരന്മാരോടൊപ്പം പോയി പ്രവർത്തിക്കാൻ ധൈര്യമായി പ്രവർത്തിച്ചോളൂ. സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് മറ്റു പാർട്ടികളിൽ സുരക്ഷിതമല്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ NDA മുന്നണി മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ലക്ഷ്മി കാക്കോട്ടറ അധ്യക്ഷയായിരുന്നു. ലക്ഷ്മി ദേവി, M. ശാന്തകുമാരി, വിവിധ ഗിരീഷ്, ശ്രീലത ബാബു, ബിന്ദു വിജയകുമാർ, K. മോഹൻദാസ്, K. പ്രദീപ്, KG സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് വിഷൻ, മാനന്തവാടി. രാഹുൽ ഗാന്ധി 17-ന് വയനാട്ടിൽ വീണ്ടും എത്തും. ബത്തേരി, മാനന്തവാടി അടക്കം മണ്ഡലത്തിലെ മറ്റു കേന്ദ്രങ്ങളിലും സന്ദർശനം നടത്തും. ഇതിന്റെ മുന്നോടിയായി രാഹുൽ പങ്കെടുക്കുന്ന ബത്തേരിയിലെ പൊതുയോഗ സ്ഥലം നേതാക്കൾ സന്ദർശിച്ച AICCക്ക് റിപ്പോർട്ട് നൽകി. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി വീണ്ടും 17-ന് വയനാട്ടിലെത്തും. 16-ന് സംസ്ഥാനത്തെത്തുന്ന രാഹുൽ ഗാന്ധി വിവിധ സ്ഥലങ്ങളിലെ പ്രചരണ റാലികളിലും പൊതുയോഗങ്ങളിലും പങ്കെടുത്തതിനു ശേഷമാണ് 17-ന് വയനാട്ടിലെത്തുക. വയനാട്ടിൽ ആദ്യ പരിപാടി ബത്തേരിയിലെ പൊതുയോഗമായിരിക്കും. ഇതിന്റെ ഭാഗമായി പൊതുയോഗം നടത്താൻ പറ്റുന്ന 3 സ്ഥലങ്ങൾ AICC നിരീക്ഷകനും KPCC ജില്ലാ UDF നേതൃത്വവും സന്ദർശിച്ചു. WMO ഗ്രൗണ്ട്, ഗാന്ധി ജംഗ്ഷനു സമീപം ബൈപ്പാസ് കടന്നുപോകുന്ന സ്ഥലം, ചുള്ളിയോട് റോഡിൽ ചക്കാലക്കിന് എതിർവശത്തെ മൈതാനം എന്നീ സ്ഥലങ്ങളാണ് നേതൃത്വം സന്ദർശിച്ചത്. ഇക്കാര്യം AICC നേതൃത്വത്തെ അറിയിക്കും. ഏത് സ്ഥലമാണ് അനുയോജ്യമെന്ന് പിന്നീട് നിശ്ചയിക്കുമെന്നും DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA അറിയിച്ചു. അതേസമയം ബത്തേരിയിൽ റോഡ് ഷോ ഉണ്ടാവില്ലെന്നുമാണ് ലഭിക്കുന്ന വിവരം. ബത്തേരിയിലെ പരിപാടിക്ക് ശേഷം രാഹുൽ ഗാന്ധി മാനന്തവാടിയിൽ നടത്തുന്ന പൊതുപരിപാടിയിലും പങ്കെടുക്കുമെന്നുമാണ് ലഭിക്കുന്ന വിവരം. ന്യൂസ് ബ്യൂറോ, ബത്തേരി. രാഹുൽ ഗാന്ധിയുടെ വിജയം ഉറപ്പിക്കാൻ സ്വന്തം പേരിൽ ആശംസാ കാർഡ് തയ്യാറാക്കി വീടുകളിൽ നൽകി വോട്ട് അഭ്യർത്ഥിച്ച് നഗരസഭാ കൗൺസിലർ. മുസ്ലിം ലീഗ് നേതാവും മാനന്തവാടി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയായ കടവത്ത് മുഹമ്മദാണ് ആശംസാ കാർഡുമായി രാഹുലിന് വേണ്ടി സ്വന്തം വാർഡിലെ വീടുകളിൽ കയറിയിറങ്ങുന്നത്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ലീഗ് നേതാവെന്ന നിലയിൽ അനുഗ്രഹമായാണ് കൗൺസിലർ കൂടിയായ കടവത്ത് മുഹമ്മദ് കരുതുന്നത്. കടവത്ത് എന്ന കൗൺസിലർ തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല ക്രിസ്മസ്, ന്യൂ ഇയർ വേളകളിലും ഇത്തരത്തിൽ ആശംസാ കാർഡുകൾ പ്രിന്റ് ചെയ്ത് വേണ്ടപ്പെട്ടവർക്കെല്ലാം അയക്കുന്നത് വർഷങ്ങളായി പതിവ് ശൈലിയാക്കിയ വ്യക്തി കൂടിയാണ്. നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ആർക്കും കിട്ടാത്തൊരു സൗഭാഗ്യം, ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് അഭ്യർത്ഥിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിൽ ഒരു പങ്കാളിത്തം ചെറിയ ഒരു പൊതുപ്രവർത്തകൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിനൊപ്പം സഞ്ചരിക്കാൻ എൻ്റെ വാർഡിലെ ആളുകളെ എങ്കിലും എല്ലാവരെയും നേരിട്ട് കണ്ട് നമ്മളെ സ്വന്തം ഒരു ഇതിൽ അഭ്യർത്ഥനയിലൂടെ അപേക്ഷിക്കാനാണ് എടുത്തിരിക്കുന്നത്.
രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയുടെ ഭാഗമായി ബത്തേരി നഗരസഭ UDF കമ്മിറ്റി പൊതുയോഗം സംഘടിപ്പിച്ചു. സ്വതന്ത്ര മൈതാനിയിൽ പരിപാടി നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ടി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ സിദ്ദിഖ് അലി രാങ്ങാട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം വയനാടിന് ലഭിച്ചത് സൗഭാഗ്യം കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. ഷബീർ അഹമ്മദ് അധ്യക്ഷനായിരുന്നു. കെ നൂറുദ്ദീൻ, PP അയ്യൂബ്, ബാബു പഴുപ്പത്തൂർ, CP വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. എന്താണ് അങ്ങനെ പ്രത്യേക ഇഷാറത്താക്കലിന്റെ പൊരുൾ എന്താണ്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത് അവർക്ക് ക്ഷീണമുള്ളിടത്തൊക്കെ രാഹുലിന്റെ ആളാന്ന് പറഞ്ഞിട്ട് കയറിക്കൂടാ, അവർക്ക് മെച്ചമുള്ളിടത്തൊക്കെ കോൺഗ്രസിനെ എതിർത്തിട്ടും കയറിക്കൂടാ. ഈ ലക്ഷ്യമായിരുന്നു. മാമുക്കോയ ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെ സ്വീപ്പാകുമ്പോഴൊക്കെ ഗഫൂർ കാ ദോസ്ത് എന്ന് പറയുന്നത് പോലെ അവിടെയൊക്കെ രാഹുൽ ഗാന്ധിയുടെ ദോസ്താണെന്ന് പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മാരപ്പൻമൂലയിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും വനിതാ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് സന്ദേശ റാലിയും പൊതുസമ്മേളനവും നടത്തി. DCC ജനറൽ സെക്രട്ടറി NU ഉലഹന്നാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. TS ദിലീപ് കുമാർ, ബാബു നമ്പുടാകം, ചാക്കോ, സജി, റെജി, സുജാത ദിലീപ്, PD ജോണി എന്നിവർ സംസാരിച്ചു. ഇവിടുന്ന് രാജിവെച്ച് പോകുന്ന പറയുന്നത് അസന്നിഗ്ധമായിട്ട് പറയുന്നു. രാഹുൽ ഗാന്ധി ഒരിക്കലും വയനാട് പാർലമെന്റ് മണ്ഡലം ഉപേക്ഷിച്ച് പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ശ്രീമതി പ്രിയങ്ക ഗാന്ധി നമ്മളോട് പറഞ്ഞു, ഈ മണ്ഡലം എന്റെ സഹോദരൻ ഉപേക്ഷിച്ച് പോകില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് LDF നടത്തുന്ന കർഷക പാർലമെന്റും കിസാൻ റാലിയും അപഹാസ്യമെന്ന് KPCC സെക്രട്ടറി KK അബ്രഹാം. വരൾച്ചയും കൃഷിനാശവും ഉണ്ടായപ്പോൾ തിരിഞ്ഞു നോക്കാത്ത LDF സർക്കാർ ഇപ്പോൾ നടത്തുന്ന കർഷക പാർലമെന്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇത് കർഷകർ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും ഈ കർഷക സംഘടനകളെ വയനാട്ടിൽ ഒരു കർഷകനും കണ്ടിട്ടില്ല. നൂറുകണക്കിന് കർഷകൻ വയനാട്ടിൽ ആത്മഹത്യ ചെയ്തു. ആ കർഷകൻ്റെ കടങ്ങൾ എഴുതിത്തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണി നടത്തിയ പോരാട്ടങ്ങൾക്ക് ഒരു വിധത്തിലുള്ള പിന്തുണയും പ്രഖ്യാപിക്കാത്ത ഇടത് കർഷക സംഘടനകൾ ഇന്ന് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കർഷക പാർലമെൻറ്റുമായി വരുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നുള്ള തിരിച്ചറിവ് വയനാട്ടിലെ കർഷക സമൂഹത്തിനുണ്ട്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണം എന്നിവർ ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ പറയുന്നത് രാഹുൽ ഗാന്ധി ആത്മാഭിമാനത്തോടെ ജനങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള അർഹത രാഹുൽ ഗാന്ധിക്കുണ്ട്. കാരണം ഒരു കാലഘട്ടത്തിൽ വയനാട്ടിലെ കർഷകൻ ആത്മഹത്യ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ 74,000 കോടി രൂപ അനുവദിച്ചുകൊണ്ട് കർഷകൻ്റെ കടങ്ങൾ എഴുതിത്തള്ളിയ ഒരു ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം വെച്ചൊരു പാർട്ടിയുടെ പ്രസിഡൻ്റാണ് ശ്രീ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്ന ആത്മാഭിമാനത്തോടെയാണ്. തെരഞ്ഞെടുപ്പ് സുരക്ഷയുടെ ഭാഗമായി തൊണ്ടർനാട്ടിൽ അർദ്ധസേനാ വിഭാഗം റൂട്ട് മാർച്ച് നടത്തി. മഹേന്ദ്ര ജയ്സ്വാളിന്റെ നേതൃത്വത്തിൽ 60 അംഗ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് സേനാംഗങ്ങളാണ് മാർച്ച് നടത്തിയത്. മാവോയിസ്റ്റ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽപ്പുഴ, മട്ടിലയം, കുഞ്ഞോം പ്രദേശങ്ങളിലായിരുന്നു റൂട്ട് മാർച്ച്. കോറം SI മഹേഷ് നേതൃത്വം നൽകി. ബത്തേരിയിൽ കനത്ത മഴയിലും കാറ്റിലും വൻ നാശനഷ്ടം. മാനിക്കുനിയിൽ പുതുതായി ആരംഭിച്ച സെഞ്ചുറി ഫാഷൻ സിറ്റി കെട്ടിടത്തിന്റെ മുൻവശവും മുകൾ നിലയും തകർന്നു വീണു. മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന ഒട്ടേറെ വാഹനങ്ങൾ തകർന്നു. വാഹനത്തിലുണ്ടായിരുന്ന ഏതാനും പേർക്ക് പരിക്കേറ്റു. ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസത്തെ കനത്ത കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീണ് വീട് പൂർണ്ണമായും തകർന്നു. വേലിയമ്പം പെരുമുണ്ട നാരായണന്റെ വീടാണ് തകർന്നത്. അപകടമുണ്ടായപ്പോൾ വീട്ടിൽ ആരുമില്ലായിരുന്നു. റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മേൽക്കൂരയും ഓടും പൂർണ്ണമായും നശിച്ചു. 2 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായതായി വീട്ടുകാർ പറയുന്നു. പെൻഷൻ തുകയിൽ പകുതി നൽകി മുഴുവൻ തുകയ്ക്കുള്ള രസീത് കൈപ്പറ്റിയതായി പരാതി. വാളാട് തോളക്കര പതിപ്പറമ്പിൽ അന്നമ്മയ്ക്കാണ് 5 മാസത്തെ വിധവാ പെൻഷൻ തുകയായ 5600 രൂപയിൽ 3000 രൂപ മാത്രം നൽകിയത്. തവിഞ്ഞാൽ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ രസീതിൽ രേഖപ്പെടുത്തിയതിൽ 2600 രൂപ കുറച്ചാണ് നൽകിയത്. കാഴ്ചക്കുറവുള്ള അന്നമ്മ പണം എണ്ണി നോക്കാതെ അതേപടി സൂക്ഷിക്കുകയാണത്രേ ഉണ്ടായത്. 2 ദിവസം കഴിഞ്ഞ് മകളുടെ പക്കൽ എണ്ണാൻ ഏൽപ്പിച്ചപ്പോഴാണത്രേ 3000 രൂപ മാത്രമാണ് ഉള്ളതെന്നറിയുന്നത്. തുടർന്ന് വിവരം അന്നമ്മ പഞ്ചായത്ത് മെമ്പറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പണം നൽകിയവരുമായി സംസാരിച്ചപ്പോൾ പലതരത്തിലുള്ള മറുപടിയാണ് ലഭിച്ചത്. ആദ്യം തുക മുഴുവൻ നൽകിയെന്ന് പറഞ്ഞവർ ഉടൻ തന്നെ ബാക്കി തുകയായ 2600 രൂപ വീട്ടിലെത്തിച്ചു നൽകി. ബാങ്കിന്റെ പെൻഷൻ വിതരണത്തിന് 11 മുതൽ 19 വരെയുള്ള വാർഡുകളിൽ ചുമതലയുള്ള കളക്ഷൻ ഏജന്റ് ജയനാരായണൻ 19ാം വാർഡിലെ വിതരണത്തിനായി 2 സബ് ഏജന്റുമാരെ ചുമതലപ്പെടുത്തുകയായിരുന്നത്രേ. അവരാണ് അന്നമ്മയുടെ വീട്ടിൽ പണം എത്തിച്ചത്. വിതരണത്തിലുള്ള ഇത്തരം ചൂഷണങ്ങൾക്കെതിരെ ഉത്തരവാദികളെ കണ്ടെത്തി നടപടികൾ എടുക്കണമെന്നാണ് പൊതുപ്രവർത്തകർ പറയുന്നത്. പെൻഷൻ കിട്ടിയത് 3000 രൂപയുള്ളെന്ന് പറഞ്ഞിട്ടാണ് അവരെൻ്റെ പെൻഷൻ പൈസ കൊണ്ടു തരുന്നത്.
പിന്നെ എനിക്ക് കണ്ണ് കാണാത്തതുകൊണ്ട് ഞാൻ എന്നെ ചെയ്തു ആ പൈസ അതേപോലെ ഇത് റെസീറ്റിൻ്റെ അകത്ത് തന്നെ മടക്കി ഞാൻ എടുത്ത് ഭാഗത്ത് വെച്ചു. കൊച്ചു വന്ന് എൻ്റെ മോള് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പൈസ എടുത്ത് അമ്മയെ റെസീറ്റ് നോക്കിയപ്പം പിന്നെ അമ്മയ്ക്ക് പിന്നെ 5600 ഉണ്ട്, അതുകൊണ്ട് 3600 അല്ല ഉള്ളത്, നമ്മുടെ 2600 പോയല്ലോ എന്ന് എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ നോക്കിയത്. അത് എഴുതി ഒപ്പ് വെച്ച് കൊടുത്തേനെ. അതുകൊണ്ട് ഇത് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ സൽമയോട് ഇന്ന് പറയുന്നത്, മെമ്പറിനോട് ഇന്ന് ചോദിച്ചത്. അമ്മയ്ക്ക് കൊടുക്കാനുള്ള ഒരു പിന്നെ സർക്കാരിൻ്റെ പെൻഷൻ പൈസ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇവരോട് കൊണ്ടു കൊടുക്കുന്നത്. തിങ്കളാഴ്ച കൊണ്ടു കൊടുത്ത് പൈസയും റെസീറ്റും അമ്മയോടെ മേടിച്ച് വെച്ചു. പിന്നെ അമ്മയ്ക്ക് കണ്ണൊന്നും കാണൂലല്ലോ. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ മോള് വന്നപ്പോൾ എന്താക്കി, പിന്നെ ആ റെസീറ്റ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് 5600 രൂപേൻ്റെ റെസീറ്റിൽ 3000 രൂപ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അന്നേരം ആ മോള് വന്നപ്പോൾ അമ്മേനോട് പറഞ്ഞു, അമ്മേനെ 2600 പോയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ റെസീറ്റ് എടുത്ത് നോക്കുമ്പോഴാണ് ഇതിനകത്ത് ഇവർ പിന്നെ തട്ടിപ്പ് കാണിച്ചിരിക്കുന്ന പരിപാടി മനസ്സിലായത്. ഈ പെൻഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ ഇന്ന് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ അത് സംബന്ധമായിട്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഈ കൊണ്ടുവിടുന്ന ആളെ ഞാൻ വിളിച്ചിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് പൈസ കഴിഞ്ഞു പോയി, ആ പൈസ ഞങ്ങൾ എത്തിച്ചു കൊടുക്കാം എന്നാണ് എന്നോട് ആദ്യം പറഞ്ഞത്. പിന്നീട് ഞാൻ 2-3 പേരെ ഇത് സംബന്ധമായി വിളിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ഈ പൈസ കൃത്യമായിട്ട് ബാങ്കിൽ നിന്ന് ഇവരെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പൈസ കൃത്യമായിട്ട് അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം വന്ന സ്ഥിതിക്ക് ഞങ്ങൾ ഈ അമ്മച്ചീനോട് ഒന്നും കൂടി ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു 3000 രൂപയാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് ഇവർ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ പറഞ്ഞത്. അപ്പോൾ 5600 രൂപ ബില്ലിലുണ്ട്, അതിൽ എഴുതി ഒപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ വിളിച്ച് നോക്കിയപ്പോൾ അവരോട് പറഞ്ഞു പോലും ഈ 5600 നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നാണ് ആദ്യം പറഞ്ഞത്. ദേവദാസ് വാളാട്, വയനാട് വിഷൻ, വാളാട്. അമ്പലവയൽ രാജ്യാന്തര പുഷ്പഫല പ്രദർശനമേള പൂപ്പൊലി 6ാം പതിപ്പ് കാണാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. നാളെ തുടങ്ങാനിരുന്ന പൂപ്പൊലി തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് മാറ്റിവെച്ചതായി അമ്പലവയൽ മേഖല കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി പ്രൊഫസർ കെ അജിത് കുമാർ വയനാട് വിഷനോട് പറഞ്ഞു. പുതിയ തീയതി തീരുമാനിച്ചിട്ടില്ല. പുതിയ തീയതി സംബന്ധിച്ച് തീരുമാനമായിട്ടില്ലെങ്കിലും ഈ മാസം അവസാനത്തോടെ പ്രദർശനം ഉണ്ടാകുമെന്നാണ് കേന്ദ്ര മേധാവിയിൽ നിന്നും ലഭിക്കുന്ന സൂചന. ജനുവരി മാസത്തിൽ നടക്കേണ്ടിയിരുന്ന പൂപ്പൊലി പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തണമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. വിവിധ കോണുകളിൽ നിന്നുണ്ടായ സമ്മർദ്ദത്തിന്റെ ഫലമായി ഏപ്രിൽ മാസത്തിൽ സംഘടിപ്പിക്കാൻ കാർഷിക സർവകലാശാല തീരുമാനിച്ചിരുന്നു. പൂപ്പൊലിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി രൂപീകരിക്കുകയും ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. 100-ൽ പരം സ്റ്റാളുകൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ എന്നിവയുടെ ലേലം കഴിഞ്ഞിട്ടുണ്ട്. ഒരുക്കങ്ങൾ തുടരുന്നതിനിടെയാണ് മാർച്ചിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായത്. ഏപ്രിൽ 12-ന് ആരംഭിച്ച് 22-ന് സമാപിക്കുന്ന തരത്തിലാണ് പൂപ്പൊലി പ്രദർശനം ക്രമീകരിച്ചിരുന്നത്. RARSലെ ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുള്ളതിനാൽ പൂപ്പൊലിയുടെ നടത്തിപ്പ് ശ്രമകരമാകുമെന്നത് കണക്കിലെടുത്തുകൂടിയാണ് മേള രണ്ടാമതും മാറ്റിവെച്ചത്. ഇത് മേളയുടെ ആരാധകരെ നിരാശയിലാഴ്ത്തിയിരിക്കുകയാണ്. കേരള കാർഷിക വികസന വകുപ്പ്, കേരള കാർഷിക സർവകലാശാല, അമ്പലവയൽ മേഖല കാർഷിക ഗവേഷണ കേന്ദ്രം എന്നിവരാണ് പൂപ്പൊലിയുടെ സംഘാടകർ. വിനോദത്തിനൊപ്പം വിജ്ഞാനത്തിനും പ്രാധാന്യം നൽകിയാണ് പൂപ്പൊലിയുടെ 6ാമത് പതിപ്പൊരുങ്ങുന്നത്. കർഷക കൂട്ടായ്മകൾ, നഴ്സറി കാർഷിക പ്രതിനിധികൾ, കാർഷിക വകുപ്പ്, കാർഷികേതര സർക്കാർ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ സ്റ്റാളുകളാണ് ഉദ്യാന നഗരിയിലുണ്ടാവുക. ഇതോടൊപ്പം കാർഷിക സെമിനാറുകളും നടക്കും. 12 ഏക്കറിലധികം വ്യാപിച്ചു കിടക്കുന്നതാണ് പൂപ്പൊലി ഉദ്യാനം. ഇത്തവണ വയനാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നതിനാൽ പുഷ്പഫല പ്രദർശനമേളയ്ക്കും ഗുണം ചെയ്യുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. മധ്യവേനൽ അവധിക്കാലമായതിനാൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് സന്ദർശകരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാകുമെന്നാണ് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ. ബിനേഷ് മാത്യു, വയനാട് വിഷൻ, അമ്പലവയൽ. വാളാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ OP മുടക്കം പതിവാകുന്നു. നാട്ടുകാർ സമരപരിപാടികൾക്ക് ഒരുങ്ങുന്നു. തവിഞ്ഞാൽ പഞ്ചായത്തിലെ വാളാട് പ്രദേശത്തെ 9 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരുടെ ഏക ആശ്രയമാണ് വാളാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കെട്ടിടം നിലവിൽ വന്നത്. മുഴുവൻ തസ്തികകളും സൃഷ്ടിച്ചുകൊണ്ട് നിലവിൽ വന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇന്നിപ്പോൾ മിക്ക ദിവസങ്ങളിലും ഡോക്ടറുടെ സേവനം ലഭ്യമല്ലാത്ത അവസ്ഥയിലാണ്. കുത്തിവെപ്പ്, ട്രെയിനിംഗ്, പൊതുലീവുകൾ തുടങ്ങിയവ കഴിഞ്ഞാൽ ഡോക്ടറുടെ സേവനം ലഭ്യമാകുന്നത് ചുരുങ്ങിയ ദിവസങ്ങളിൽ മാത്രമാണ്. അത്യാവശ്യമായി വരുന്ന രോഗികൾക്ക് പിന്നെയുള്ള ആശ്രയം 20 കിലോമീറ്റർ ദൂരെയുള്ള ജില്ലാ ആശുപത്രിയോ പേരിയ PHCയോ ആണ്. ദിവസേന 120-ൽ കുറയാത്ത രോഗികളാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത്. ഇതിൽ പകുതിയോളം ആദിവാസികളാണ്. മാനന്തവാടിയിൽ എത്താനുള്ള കാശ് പോലും ഇല്ലാതെയാണ് ഇത്തരക്കാർ PHCയിൽ എത്തുന്നത്. തൊണ്ടർനാട്, പേരിയ PHCകളിൽ എല്ലാ കുത്തിവയ്പ്, ട്രെയിനിംഗ് അവധികളെല്ലാം പകരം ഡോക്ടറുടെ സേവനം ലഭ്യമാക്കാറുണ്ട്. അതിന് പഞ്ചായത്ത് മുൻകൈ എടുക്കണമെന്ന് മാത്രം. അധികൃതരുടെ നിസ്സംഗതയ്ക്കെതിരെ പ്രതിഷേധ പരിപാടികൾക്കൊരുങ്ങുകയാണ് നാട്ടുകാർ. ട്രെയിനിങ് പോകണം, ട്രെയിനിങ് പോയാൽ പറ്റും. നമുക്ക് അതിന് ആളെ വിട്ടാൽ ഇവിടെ അതിന് വിടാൻ ആളൊന്നും ഇവിടെ ഇല്ല, ഇങ്ങനത്തെ ചെയ്യുന്ന പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ശക്തമായ ഇതിനകത്ത് പ്രതിഷേധം നമ്മൾ അറിയിക്കാനോ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യുന്ന DMO പറഞ്ഞത്. അത് മാത്രമല്ല ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ രാവിലെ 3-4 സ്റ്റാഫുണ്ട്.
ഇവിടെ ഒരാൾ നിന്നിട്ട് ബാക്കിയുള്ള എല്ലാ സ്റ്റാഫുകളും ഒപ്പിട്ടിട്ട് പോകുന്നൊരു പതിവോടെ കാണരുത്. അപ്പോൾ എന്താ ഒരു ആൾ പോലും ഇവിടെ ഉണ്ടാവില്ല. ഒരു അർജന്റ് പാലാണ് ഈ പ്രദേശത്ത്. ഇതിങ്ങനെയല്ല, കൊച്ചുകാരുണ്ട് പെട്ടെന്ന് ആകപ്പാടെ പറ്റിയാലും നമ്മളെ കൊണ്ടാവില്ലല്ലോ. ഇത് എപ്പോ വന്നാലും ഇവിടെ നമ്മളൊക്കെ പാവപ്പെട്ടതാ. ഞങ്ങൾ ആണുങ്ങൾക്ക് വൈകുന്നേരമായാലും അവർ കള്ളു കുടിക്കാനുള്ള പൈസ കിട്ടും പണിയെടുക്കാൻ. പിന്നെ മരുന്ന് മേടിക്കാനും അത് പിന്നെ മാണ്ട കൊണ്ടുപോകാനും വണ്ടി വിളിക്കാനും ഒന്നും അവർക്ക് പൈസ കിട്ടില്ല. ദേവദാസ്, വയനാട് വിഷൻ, വാളാട്. മേപ്പാടി ചെമ്പോത്തറ ഗ്രാമോത്സവത്തോടനുബന്ധിച്ച് ഗോത്ര കലോത്സവം, മഹാത്മാഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം എന്നിവ നടന്നു. ജില്ലാ ജഡ്ജി KP ജോൺ പ്രതിമ അനാച്ഛാദനം ചെയ്തു. പ്രതിമയുടെ ശില്പി ലക്ഷ്മണനെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. ഏപ്രിൽ 6 മുതൽ 13 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ചെമ്പോത്തറ ഗ്രാമോത്സവം. നാടുകത്തിക, കുമ്മാട്ടിക്കളി, കോൽക്കളി എന്നിവയായിരുന്നു ഗോത്ര കലോത്സവത്തിന്റെ ഭാഗമായി നടന്നത്. PK സുധാകരൻ, PA ഷമീർ, AJ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് ചില ഭാവന, നമുക്കൊരു ചില കൺസെപ്റ്റ് ഉണ്ട്. ഞാനിവിടെ വന്നു കണ്ടപ്പോൾ എനിക്കൊരു ഗ്രാമത്തിൻ്റെ ഒരു നമ്മുടെ ഭാവനയിലുള്ള ഒരു ഗ്രാമമായിട്ടാണ് എനിക്ക് തോന്നിയത്. മലകളാൽ ചുറ്റപ്പെട്ട് ഒരു ഗ്രാമം, ചുറ്റോട്ടവും ആളുകൾ വന്ന് കൂടാനുള്ള പൊതുവായുള്ളൊരു വേദി ഉണ്ടാകാവുന്ന രീതിയിൽ വേക്കൻ്റായുള്ള കുറച്ച് സ്ഥലങ്ങൾ, ആളുകളെല്ലാം ഒരുമിച്ച് വന്നു കൂടിയിരിക്കുന്നു, ചെറിയ ചെറിയ കടകൾ. അപ്പോൾ നമ്മുടെ ഭാവനയിലൊരു ഗ്രാമം എന്ന് ഉദ്ദേശിക്കുന്ന അതിൻ്റെ ഒരു റിയൽ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ പുൽപ്പള്ളി മേഖല ബൈബിൾ കൺവെൻഷൻ ഈ മാസം 11 മുതൽ 13 വരെ നടക്കും. വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെ പുൽപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ പാലക്കാട് സീനായ് ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ബെന്നി കോണൂരാൻ, ബ്രദർ ടോമി കാപ്പിൽ എന്നിവർ ബൈബിൾ കൺവെൻഷന് നേതൃത്വം നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 11, 12, 13 തീയതികളിലായിട്ട് പുൽപ്പള്ളി സെന്റ് ജോർജ് പള്ളി അങ്കണത്തിൽ വെച്ചാണ് ഈ ബൈബിൾ കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയിലെ 8 പള്ളികളിലെയും വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ മലങ്കര കാത്തലിക് അസോസിയേഷൻ്റെ അൽമായ സംഘടനയുടെയും നേതൃത്വത്തിലാണ് ഈ ബൈബിൾ കൺവെൻഷൻ ഇവിടെ ക്രമീകരിക്കുക. ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസ് മാർ ബസേലിയോസ് കാത്തോലിക്കോസ് പുരസ്കാര സമർപ്പണവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. ശ്രേയസ് ഓഡിറ്റോറിയത്തിൽ പരിപാടി മലങ്കര കത്തോലിക്ക സഭ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാത്തോലിക്ക ഭാവ ഉദ്ഘാടനം ചെയ്തു. വയനാട് സമസ്ത മേഖലകളിലും വികസനം നേടാനുള്ള ശ്രമത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ മാർ ബസേലിയോസ് കാത്തോലിക്കോസ് പുരസ്കാരം കരിത്തസ് ഇന്ത്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ പോൾ മുഞ്ഞോലിക്ക് കർദിനാൾ നൽകി. റൂബി ജൂബിലി ഭവന പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK സഹദേവനും നിർവഹിച്ചു. ബത്തേരി രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് അധ്യക്ഷനായിരുന്നു. നമുക്കൊക്കെ അറിയാം, ഫ്രാൻസിസ് പാപ്പ ഈ ലോകകാലത്തിന്റെ സന്ദേശത്തിൽ നമ്മോട് പറയുന്നുണ്ട്, കുറച്ച് മാത്രം പറയുക, കൂടുതൽ ശ്രമിക്കുക, കൂടുതൽ ശ്രദ്ധിക്കുക, കൂടുതൽ പരിഗണിക്കുക. ഒരുപക്ഷെ ഈ ഒരു സന്ദേശം മനസ്സാ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം കാരിത്താസിനെ കുറിച്ച്, കാരിത്താസിന്റെ 5 വർഷത്തോളം പ്രസിഡന്റായിരുന്ന അഭിമന്യനായ പിതാവിന്റെ മുഖത്തു നിന്ന് തന്നെ നിങ്ങൾ കാരിത്താസിനെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസിനും BJPക്കുമെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാടിനെ കുറിച്ച് അമിത്ഷായ്ക്ക് വല്ലതും അറിയുമോയെന്ന പിണറായി. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് പറയുന്നവർ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നടപ്പിലാക്കാനുള്ളതല്ല BJP പ്രകടന പത്രികയിൽ പറയുന്നതെന്ന് MM മണി. RSS സിദ്ധാന്തമാണ് മോദിയെ നയിക്കുന്നതെന്ന് മന്ത്രി സുനിൽ കുമാർ. കൽപ്പറ്റ ചെങ്കടലാക്കി LDFന്റെ റോഡ് ഷോ. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കിയ മോദി വീണ്ടും അധികാരത്തിൽ വരണമെന്ന് RSS മഹിളാ സംഗമം. മാനന്തവാടിയെ ഇളക്കിമറിച്ച് NDAയുടെ റോഡ് ഷോ. രാഹുൽ ഗാന്ധി 17-ന് വീണ്ടും എത്തും. മാനന്തവാടിയിലും ബത്തേരിയിലും സന്ദർശനം. കനത്ത കാറ്റിലും മഴയിലും ബത്തേരി ഫാഷൻ സിറ്റി കെട്ടിടം തകർന്നു വീണു. കെട്ടിടത്തിന്റെ മേൽക്കൂരയും മുൻവശവും തകർന്നു. പാർക്ക് ചെയ്ത നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.